അധ്യാപക നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ടയാൾ വിജിലൻസ് പിടിയിൽ. കോഴിക്കോട് വടകര സ്വദേശി വിജയനാണ് അറസ്റ്റിലായത്. കോട്ടയം വിജിലൻസ് സംഘമാണ് കൊച്ചിയിൽ വെച്ച് വിജയനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1.5 ലക്ഷം രൂപ പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വളരെ ആസൂത്രിതമായി തന്നെ പലരിൽ നിന്നായി കൈക്കൂലി വാങ്ങുന്നു എന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഈ ഒരു വലവിരിക്കുന്നതും ഇത്തരത്തിൽ ആളെ പണം വാങ്ങുന്നതിനിടെ പിടികൂടുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ്. ഇവിടെയുള്ള ഈ 8 പോസ്റ്റിൻ്റെ അടുത്ത് വെച്ചാണ് പണം വാങ്ങുന്ന സമയത്ത് വിജയനെ, കോഴിക്കോട് വടകര സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനായ വിജയനെ പിടികൂടുന്നത്. അധ്യാപക നിയമനത്തിന്, അതായത് കോട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ 3 അധ്യാപകർക്ക് നിയമനം അവിടെ നഷ്ടമായി. അതിന് പുനർനിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം ആവശ്യപ്പെട്ടത്. അങ്ങനെ 3 അധ്യാപകരോടായിരുന്നു പണം ചോദിച്ചത്. ഇതിൽ ഒരാളാണ് വിജിലൻസിൽ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം വിജിലൻസ് സംഘമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയത്. വിജിലൻസ് DYSP VR രവികുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വന്ന് അവിടെ എത്തി പണം കൈമാറണമെന്നാണ് ഈ പരാതി നൽകിയ ആളോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയായിരുന്നു. ഈ സമയത്ത് വിജിലൻസ് സംഘം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലായി ഈ ആദ്യം പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ചില സംശയങ്ങൾ ഇയാൾക്ക് തോന്നിയപ്പോൾ പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ എന്നെല്ലാമുള്ള ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ പറയുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തി പണം കൈമാറുമ്പോഴാണ് ഇപ്പോൾ വിജിലൻസ് സംഘത്തിൻ്റെ പിടിയിലായിട്ടുള്ളത്. വിശദമായി തന്നെയുള്ള പരിശോധനകൾ, അല്ലെങ്കിൽ കാരണം സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാർക്ക് നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാരാണ് ഈ പുനർനിയമനം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമന ഉത്തരവ് ലഭിക്കുമ്പോൾ തന്നെ ഈ പണവും തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യമായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിലെ മറ്റ് ആർക്കെല്ലാമാണ് ഇതിൻ്റെ ഒരു പങ്കാളിത്തമുള്ളത് എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെയാണ് ഒരു അന്വേഷണം വിജിലൻസ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. അധ്യാപക സംഘടനകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു തുടർ നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റു കാര്യമെന്ന് പറയുന്നത്, ഈ റിട്ടയർഡ് അധ്യാപകൻ എന്ന മുൻ KSTA ഭാരവാഹി കൂടിയാണ്. ഈ സംഘടനയുടെ പേരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയത്. സെക്രട്ടേറിയറ്റിലടക്കം തനിക്ക് സ്വാധീനമുണ്ട്, അവിടെ ഇത്തരത്തിൽ നിയമനങ്ങൾ താൻ വിചാരിച്ചാൽ നടക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പണം വാങ്ങാനുള്ള നടപടികൾ ചെയ്തത്. മാത്രമല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചില ഡയറിയിൽ ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില നിരവധി നമ്പറുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഫയൽ നമ്പറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പും ഈ പണം വാങ്ങിക്കൊണ്ട് നിയമനങ്ങളിലടക്കം ഇടപെട്ടിരുന്നോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ പോയിരിക്കുന്നത്. നേരത്തെയും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. വിജിലൻസിൻ്റെ മുന്നിൽ തന്നെ അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർ നിരീക്ഷണത്തിലായിരുന്നു. ഈ പണം സ്ഥിരമായി വാങ്ങിയിരുന്ന, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നിയമന കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന പലരും വിജിലൻസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലുമായിരുന്നു. ഇതിനിടയിലാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് വടകര സ്വദേശിയായ വിജയൻ ഈ അധ്യാപകനെ ബന്ധപ്പെടുന്നത്. തുടർന്ന് അധ്യാപകൻ പരാതി നൽകി. ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വെച്ച് പിടികൂടുന്നത്. അതിനുശേഷം സിറ്റി പോലീസിൻ്റെ ഈ പോലീസ് 8 പോസ്റ്റിൽ വെച്ച് നടപടികൾ പൂർത്തിയാക്കി. വിജിലൻസ് സംഘത്തിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ തുടർ നടപടികളുടെ ഭാഗമായി ഇപ്പുറത്തേക്ക് മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പ്രതിയെ കൊണ്ടുപോകും. കോട്ടയം വിജിലൻസ് കോടതിയിലായിരിക്കും ഹാജരാക്കുക. മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ആരെല്ലാമാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് കൂട്ടുനിന്നത്, ഇടനില നിന്നത്, പണം വാങ്ങിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. വിശദമായൊരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കും. മുമ്പും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ പണം വാങ്ങി നടത്തിയിട്ടുണ്ടോ എന്നതിൽ ഒരു പരിശോധന അനിവാര്യമാണ്. അത്തരം പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ഇപ്പോഴും വിജിലൻസ് സംഘം മറ്റു നടപടികൾ
നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഇവിടെ വെച്ച് ക്രൂയിസ് ടെർമിനലിൻ്റെ ഓഫീസിൽ വെച്ച് മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോട്ടയത്തേക്ക് കൊണ്ടുപോകും. കോട്ടയം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും. മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം സാക്ഷികളായിക്കൊണ്ട് തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് ഉദ്യോഗസ്ഥ സംഘം കടക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ക്രമക്കേടുകൾ നടക്കുന്നു, കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നു. ആ കൈക്കൂലി ഇടപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വിജിലൻസ് സംഘം ഇവിടെ പരിശോധന നടത്തുന്നു. അതിൽ കൃത്യമായി തന്നെ അധ്യാപകൻ പിടിക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. ഈ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായിരുന്നു പണം ആവശ്യപ്പെട്ടിരുന്നത്. അവസാനം സംസാരിച്ച് ഉറപ്പിച്ചപ്പോൾ അത് 1.5 ലക്ഷമായി കുറച്ചു. അങ്ങനെ ആ 1.5 ലക്ഷം വാങ്ങുന്ന സമയത്താണ് ഇപ്പോൾ ഈ അധ്യാപകൻ വിജയൻ, വടകര സ്വദേശിയായ വിജയൻ കോട്ടയം വിജിലൻസ് സംഘത്തിൻ്റെ പിടിയിലായിട്ടുള്ളത്. കോട്ടയം വിജിലൻസ് DSP VR രവികുമാറിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മറ്റ് ആർക്കെല്ലാമാണ് ഇതിൽ പങ്കാളിത്തമുള്ളത്, മറ്റ് ഏതെങ്കിലും റിട്ടയർഡ് അധ്യാപകർ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും വിജിലൻസ് സംഘം പൂർത്തിയാക്കുകയും ചെയ്യും. ദേവിക. ശരി ജിജീഷ്.